ചരിത്രപരമായ സംഘടനകളും തന്ത്രപരമായ പ്രതിരോധങ്ങളും പലപ്പോഴും അധിനിവേശത്തിനെതിരായ രാഷ്ട്രങ്ങളുടെ പ്രതിരോധശേഷിയായി ഉയർത്തിക്കാട്ടുന്നു. പ്രകൃതിദത്ത തടസ്സങ്ങൾ മുതൽ സാങ്കേതിക പുരോഗതി വരെ കൈവരിച്ച ചില രാജ്യങ്ങൾ ബാഹ്യഭീഷണിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നു. ഇത് സൈനിക തന്ത്രത്തെയും ഭൗമരാഷ്ട്രീയ സ്ഥിരതയും കുറിച്ചുള്ള കൗതുകകരമായ ചർച്ചകൾക്കിടയാക്കി പോരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ആക്രമിച്ച് കീഴടക്കാൻ കഴിയാത്ത 6 ശക്തമായ രാജ്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി അഫ്ഗാനിസ്ഥാൻ. 20 വർഷത്തെ യുദ്ധത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനെ കീഴ്പ്പെടുത്തുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടതിനാൽ നമ്മൾ അടുത്തിടെ അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു. ഇതിനു മുൻപ് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ പരാജയപ്പെടുകയും 1880കളിൽ ബ്രിട്ടൻ ഐതിഹാസികമായി പരാജയപ്പെടുകയും ചെയ്തതിനാൽ അഫ്ഗാനിസ്ഥാനെ സാമ്രാജ്യങ്ങളുടെ ശ്മശാനമെന്ന് വിളിക്കപ്പെടുന്നതിൽ അതിശയിക്കാനില്ല. മുൻകാലങ്ങളിൽ ശ്രമിച്ച് പരാജയപ്പെട്ട എല്ലാ രാജ്യങ്ങളും കണ്ടെത്തിയതുപോലെ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന തടസ്സങ്ങളിലൊന്ന് ഭൂപ്രദേശമാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ടതും വാസയോഗ്യമല്ലാത്തതുമായ ചില മരുഭൂമികൾ ചേർന്ന ഒരു പ്രദേശമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം. കൂടാതെ ഈ രാജ്യം അഭേദ്യമായ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ലാൻഡ്സ്കേപ്പ് അഫ്ഗാനിസ്ഥാനെ ഒരു സുരക്ഷിത ഭൂപ്രദേശമാക്കുന്നതിനോടൊപ്പം സൈനികർ കുളിച്ചിരിക്കാനും ശത്രുക്കൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനുമുള്ള നല്ല സ്ഥലമാക്കിയും മാറ്റുന്നു. അതോടൊപ്പം അഫ്ഗാൻ സൈന്യം പ്രശ്നത്തിലാണെങ്കിൽ വിവിധ ഉയർന്ന കൊടുമുടികൾ അഫ്ഗാൻ സൈനികരുടെ സംരക്ഷണത്തിന്റെയും ആയുധങ്ങളുടെയും ഒരു മേഖലയായി പ്രവർത്തിച്ചു പോരുന്നു. അഫ്ഗാൻ ജനതയ്ക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് സാംസ്കാരിക അറിവുള്ളതിനാൽ അഫ്ഗാനിസ്ഥാനിലെ പർവ്വതങ്ങളിൽ ഒരു അധിനിവേശ സൈന്യത്തിന് യുദ്ധം ജയിക്കുന്നത് അസാധുവാക്കുന്നു. അധിനിവേശം അസാധ്യമായതിന്റെ മറ്റൊരു കാരണം അവർ കീഴടങ്ങില്ല എന്നതാണ്. ഇതിനുള്ള ഒന്നാമത്തെ ഘടകം വിദേശ അധിനിവേശമുണ്ടായാൽ അവർക്കിടയിൽ ശക്തമായ ധാരണയുള്ള വ്യത്യസ്ത തരം വംശീയ ഗ്രൂപ്പുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നതാണ്. രണ്ടാമത്തെ ഘടകം അവർ വളരെയധികം സ്നേഹിച്ച അവരുടെ വംശീയ സംസ്കാരത്തോടുള്ള വിശ്വാസ്യതയാണ്. അവസാനമായി വിദേശ ആക്രമണകാരികളെ നേരിടാൻ അഫ്ഗാൻ ജനത തങ്ങളുടെ ഭിന്നതകൾ മാറ്റിവെക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. രണ്ടാമതായി ചൈന. ഒന്നാമതായി ഏകദേശം 1.4 ബില്യൺ ജനങ്ങളുള്ള ചൈനയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം. ഇതിനർത്ഥം ഒരു അധിനിവേശത്തിൽ നിന്നും കരകയറാൻ ചൈനയ്ക്കൊരു വലിയ സൈന്യമുണ്ടായിരിക്കുമെന്നതാണ്. പറഞ്ഞു വരുന്നത് എല്ലാവരും സൈനികരല്ല എങ്കിലും ചൈനീസ് സർക്കാർ ആയുധങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് രാജ്യത്തിന്റെ വ്യാവസായിക സൈനിക യൂണിറ്റുകൾക്ക് തീർച്ചയായും അവരുടെ അതിർത്തിക്കുള്ളിലെ എല്ലാ ജനങ്ങളെയും ആയുധവൽക്കരിക്കാൻ കഴിയും. ഒരു അധിനിവേശ വേളയിൽ ചൈനയിൽ ഉണ്ടാകുന്ന മറ്റൊരു മേൽക്കൈ ചൈനീസ് സർക്കാരിന്റെ തടസ്സമില്ലാത്ത ശക്തിയാണ്. ഒരു സ്വേച്ഛാധിപത്യത്തിൽ ജീവിക്കുന്നത് അനുയോജ്യമായൊരു സാഹചര്യമല്ല എങ്കിലും സൈനിക നിർമ്മാണത്തെക്കുറിച്ചും ഒരു അധിനിവേശത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്നതിനെക്കുറിച്ചും ചൈനയ്ക്ക് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ സ്വേച്ഛാധിപത്യം സഹായിച്ചു പോരുന്നു. അതിനാൽ 1 ബില്യൺ ആളുകൾ ആയുധധാരികളാകാനും പോരാടാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കത് വളരെ വേഗത്തിൽ സാധ്യമാക്കാനാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ചൈനയുടെ മനുഷ്യശക്തി തീർച്ചയായും അധിനിവേശ ശക്തിയെ ബാധിക്കുമെന്നത് കൂടാതെ രാജ്യത്തിന്റെ വലിപ്പം, ഭൂപ്രദേശങ്ങളിലെ മാറ്റം, പർവ്വത പ്രദേശങ്ങളിലെയും തീരപ്രദേശങ്ങളിലെയും തീവ്രമായ കാലാവസ്ഥ എന്നിവ രാജ്യത്തിനകത്തും പുറത്തും ഒരു അധിനിവേശ ശക്തിയെ അവിശ്വസനീയമാം വിധം ബുദ്ധിമുട്ടാക്കുന്നു. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും സാന്ദ്രമായ നഗരങ്ങളിൽ ചിലത് ചൈനയിലുണ്ട് എന്നതിനാൽ ചൈനയിലെ മരുഭൂമിയിലും പർവ്വതങ്ങളിലും കാടുകളിലും മാത്രമല്ല ഏറ്റവും അപകടകരമായ നഗരയുദ്ധത്തിലും ഒരു അധിനിവേശ ശക്തിക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നും ഒരു വലിയ തൊഴിൽ ശക്തിയുമാണ് ചൈനയുടേത് എന്നതും ഓർത്തിരിക്കേണ്ടത് പ്രധാനമാണ്. അതിനാൽ തന്നെ വാഹനങ്ങൾ, വിമാനങ്ങൾ എന്നിവയ്ക്കൊപ്പം അവർക്ക് ആവശ്യമായ ഏത് സാങ്കേതിക വിദ്യയും നിലവിൽ അവർ സ്വന്തമാക്കിയിരിക്കുന്നു. കൂടാതെ 350ഓളം ആണവായുധങ്ങൾ അവർ തങ്ങളുടെ അതിർത്തിയിൽ സംഭരിച്ചിട്ടുണ്ട് എന്നതിനാലും ചൈനയെ ആക്രമിക്കുക എന്നത് അസാധ്യമാണെന്ന് കരുതപ്പെടുന്നു. മൂന്നാമതായി ഇന്ത്യ. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംരക്ഷിച്ചു പോരുന്നത് വടക്കേ ഭാഗത്തായി ഹിമാലയവും പടിഞ്ഞാറൻ ഭാഗത്തായി മരുഭൂമികളും കിഴക്ക് ഭാഗത്തായി ഉഷ്ണമേഖലാ കാടുകളും അതോടൊപ്പം തെക്ക് ഭാഗത്തായി സമുദ്രവും ചേർന്നാണ്. ഇന്ത്യ ഒരു ദ്വീപ് രാജ്യമല്ലെങ്കിലും രാജ്യത്തെ ആക്രമിക്കാനുള്ള ഏക ന്യായമായ മാർഗം കടൽ മാർഗമായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. അതിനാൽ തന്നെ ഇന്ത്യ തങ്ങളുടെ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിൽ എല്ലാ കാലത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോരുന്നു. ആണവവും പരമ്പരാഗതവുമായ അന്തർവാഹിനികൾ, മിസൈൽ ക്രൂയിസറുകൾ എന്നിവയ്ക്ക് പുറമെ തീരദേശത്തെ പ്രതിരോധിക്കാൻ 2 വിമാനവാഹിനി കപ്പലും ഇന്ത്യക്ക് നിലവിലുണ്ട്. ഇനി ഇന്ത്യയുടെ മറ്റതിർത്തികളിലേക്ക് നോക്കിയാൽ പോലും ഒരിക്കലും ഒരു അധിനിവേശ ശക്തിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കില്ല എന്നതാണ് സത്യം. കാരണം പാകിസ്ഥാൻ, ചൈന എന്നിങ്ങനെ ശത്രുതയുള്ള അയൽക്കാരുമായി വർഷങ്ങളായി ഇന്ത്യക്ക് സംഘർഷങ്ങളിൽ ഏർപ്പെട്ടു പോരേണ്ടി വരുന്നു. അതുകൊണ്ട് ഒരേ സമയം 1 അല്ല 2 അധിനിവേശ ശക്തികളെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ ഇന്ത്യൻ സൈന്യം ഇതിനോടകം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനാൽ സൈനിക ഒരുക്കങ്ങൾ എന്നത് ഇന്ത്യയുടെ ശക്തമായ ഉപകരണങ്ങളിലൊന്നായി അറിയപ്പെട്ടു പോരുന്നു. 1962 ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു അധിനിവേശം ഉണ്ടായതിനാൽ 1ലധികം ആക്രമണകാരികളിൽ നിന്നും തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടി വരുമെന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു. കൂറ്റൻ ഹിമാലയ പർവ്വതനിരകൾ രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ നിന്നുള്ള വായു, കര ഓപ്ഷനുകൾ ഇല്ലാതാക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ ജനസംഖ്യ ചൈനയെ കടത്തിവെട്ടി ഒന്നാമതായി എത്തി എന്നതും അധിനിവേശ ശക്തികൾക്ക് ഭീഷണി തന്നെയാണ്.
രണ്ട് മേഖലകളിൽ നിന്നുള്ള സംഘർഷത്തെ ചെറുക്കാൻ അതിർത്തിയിൽ ആണവായുധങ്ങൾ കൂടി വിന്യസിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുക എന്നത് നിലവിൽ അസാധ്യമാണെന്ന് കരുതപ്പെടുന്നു. നാലാമതായി നോർത്ത് കൊറിയ. അധിനിവേശം അസാധ്യമായ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മറ്റൊരു രാജ്യം ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആയിരിക്കും. തന്റെ അധികാരം നിലനിർത്താൻ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു സ്വേച്ഛാധിപതിക്ക് കീഴിൽ ഉത്തര കൊറിയയ്ക്ക് ശക്തമായൊരു സൈന്യമുണ്ട്. വാസ്തവത്തിൽ 7 ലക്ഷം സജീവ അംഗങ്ങളും 4.5 ദശലക്ഷം ആളുകൾ റിസർവിലുമുള്ള ലോകത്തിലെ വലിയ സൈന്യങ്ങളിലൊന്ന് തന്നെയാണ് ഉത്തര കൊറിയ നിലവിൽ. രാജ്യത്തിന്റെ സ്വേച്ഛാധിപതികൾ എല്ലായ്പ്പോഴും അധികാരമോഹികളായതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ അവർ ശക്തരാണെന്ന് കാണിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോരുന്നു. നിലവിൽ 4200 ടാങ്കുകൾ, 458 യുദ്ധവിമാനങ്ങൾ, 750 നാവിക കപ്പലുകൾ, 30 മുതൽ 40 വരെ ആണവായുധങ്ങൾ എന്നിവ ഉത്തര കൊറിയയുടെ പക്കലുണ്ട്. കൂടാതെ ഉത്തര കൊറിയയും ചൈനയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നത് രഹസ്യമല്ല എന്നതിനാൽ ഒരു രാജ്യം ഉത്തര കൊറിയ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ചൈന അവരുടെ സഹായത്തിനെത്തിയേക്കാമെന്ന് കരുതപ്പെടുന്നു. അതിനാൽ ചൈന കൂടി എത്തിയാൽ ഉത്തര കൊറിയയ്ക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു അധിനിവേശ ശ്രമങ്ങളും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കലാശിക്കുമെന്ന് കരുതപ്പെടുന്നു. അഞ്ചാമതായി റഷ്യ. ഭൂവിസ്തൃതിയിൽ ഏറ്റവും വലിയ രാജ്യമായതിനാൽ റഷ്യയിലേക്കുള്ള അധിനിവേശം ഒരു വിജയമാകാൻ സാധ്യതയില്ലെന്ന് വിശ്വസിച്ചു പോരുന്നു. രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്തിന്റെ നല്ലൊരു ഭാഗം ആർട്ടിക് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഇത് റഷ്യയ്ക്ക് മേലുള്ള ഏതൊരു സമ്പൂർണ്ണ അധിനിവേശവും ഇല്ലാതാക്കുന്നു. ചരിത്രം കാണിക്കുന്നത് പോലെ റഷ്യൻ ഭൂപ്രകൃതി എല്ലായ്പ്പോഴും അധിനിവേശ ശക്തികൾക്ക് ഒരു ഭീഷണിയായി തുടരുന്നു. 1812 നെപ്പോളിയൻ ആക്രമിക്കുകയും 2ാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികൾ ആക്രമിക്കുകയും ചെയ്തുവെങ്കിലും റഷ്യയെ പിടിച്ചടക്കുന്നതിൽ ഇവർ രണ്ടുപേരും വിജയിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. റഷ്യയുടെ വലിപ്പം വളരെ വലുതായതിനാൽ ആക്രമണകാരികൾക്ക് രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാൻ ഒരേ സമയം 11 വ്യത്യസ്ത മേഖലകളിൽ നിന്നും പോരാടാൻ കഴിയണം. റഷ്യ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ സൈനികർക്കും അറിയാവുന്നതുപോലെ ക്രൂരമായ റഷ്യൻ കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അധിനിവേശ ശക്തികൾക്കും കഴിയില്ല. ഇത് റഷ്യയിലേക്കുള്ള അധിനിവേശത്തിന് തന്ത്രം മെനയുന്നത് പൂർണ്ണമായും അസാധ്യമാക്കുന്നു. റഷ്യയിൽ 1 ദശലക്ഷത്തിലധികം ആളുകളുടെ സജീവ സൈന്യവും 2 ദശലക്ഷം കരുതൽ ശേഖരവുമുണ്ട്. കൂടാതെ അധിനിവേശ ശക്തികൾക്കെതിരെ സോവിയറ്റ് യൂണിയന്റെ മുൻ പ്രദേശങ്ങളിൽ നിന്നും ലോകമെമ്പാടുമുള്ള മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ നിന്നും റഷ്യയ്ക്ക് പിന്തുണ ലഭിക്കുമെന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ വിന്യസിച്ചിരിക്കുന്ന ഏകദേശം 1600ഓളം വരുന്നതും 1000-ൽ കൂടുതൽ കരുതൽ ശേഖരത്തിലുള്ളതുമായ റഷ്യയാണ് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ സംഭരിച്ചിരിക്കുന്നത് എന്നോർമ്മയുള്ള ഒരു അധിനിവേശ ശക്തിയും റഷ്യ ആക്രമിക്കാൻ ശ്രമിക്കില്ല എന്നതാണ് സത്യം. ആറാമതായി കാനഡ. കാനഡ ഏതൊരു അധിനിവേശ ശക്തിക്കും ഭീഷണി ഉയർത്തുന്ന ഒരു ശക്തമായ രാജ്യമാണ്. അവരുടെ സൈന്യം ശക്തമാണ് എന്നത് മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു വശങ്ങൾ കാരണവും കാനഡയെ കീഴ്പ്പെടുത്തുന്നത് അസാധ്യമാക്കുന്നു. ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ കാനഡയെ ലോകത്തിലെ 2ാമത്തെ വലിയ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. റഷ്യയെപ്പോലെ അതിന്റെ ഭൂരിഭാഗവും ഒന്നെങ്കിൽ മഞ്ഞു മൂടിയിരിക്കുന്നു അല്ലെങ്കിൽ പർവ്വതനിരകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ ഭൂരിഭാഗവും ആർട്ടിക് പ്രദേശത്താണ് താമസിക്കുന്നത് എന്നതിനാൽ ഒരേ ഒരു പ്രവേശന പോയിന്റ് തെക്ക് നിന്നാണ് എന്നതും അധിനിവേശം ബുദ്ധിമുട്ടാക്കി മാറ്റുന്നു. അതോടൊപ്പം അധിനിവേശ ശക്തികൾക്ക് കാനഡയുടെ സഖ്യകക്ഷിയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയോട് ആക്രമണം കൂടി നേരിടേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ സൈന്യമാണ് US-നുള്ളത് എന്നതിനാൽ കാനഡ അധിനിവേശം അസാധ്യമാക്കുന്നു. അതോടൊപ്പം കാനഡയുടെ സൈന്യം കൂടി ചേരുമ്പോൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ സൈനിക ശക്തിയെ തന്നെ അധിനിവേശ ശക്തികൾക്ക് നേരിടേണ്ടി വരും എന്നതാണ് സത്യം. അധിനിവേശത്തെ പ്രതിരോധിക്കുന്ന ഒരു രാജ്യമാകാൻ കഠിനമായൊരു ഭൂപ്രകൃതിയും ശക്തമായൊരു സൈന്യവും വിജയിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറുള്ള പൗരന്മാരും ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.